ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ അശ്വതി ജോഷി. 10th പ്രിലിംസിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. SCERT പാഠഭാഗങ്ങളെ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നല്ലേ, നമ്മുടെ PYQ പരിശോധിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ മിക്കതും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? SCERT പാഠഭാഗങ്ങളിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം 10th പ്രിലിംസിന് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ ലിസ്റ്റിൽ ഇടം പിടിക്കുള്ളൂ എന്ന്. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് ഒരു പടി മുന്നേ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. നോക്കാം നമുക്ക് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ബി. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1, 3, 4 മാത്രം, 2 മാത്രം, ഇതൊന്നുമല്ല. ചോദ്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം? ഇതൊന്നുമല്ല. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതായത് ഇവിടെ തെറ്റൊന്നും ഇല്ല, ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ്, അതുകൊണ്ടാണ് ഇതൊന്നുമല്ല എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ശരിയായ പ്രസ്താവനകളെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. അതുപോലെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ജീവകം ബി. നിങ്ങൾ വായിച്ചു വരുമ്പോഴേക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. ഒന്നുകിൽ ആ ക്വസ്റ്റ്യനെ വിടും, അല്ലെങ്കിൽ തെറ്റായ ഓപ്ഷൻ കറുപ്പിക്കുകയും ചെയ്യും അല്ലെ, അവിടെ മൈനസ് ആകും. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. IUCN എന്ന സംഘടനയെ ഞാൻ അവിടെ SCERT പാഠഭാഗം കാണിക്കാത്തതിന്റെ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ച് ഒരു ക്ലാസ് വിശദമായിട്ട് എടുക്കുകയും അതിന്റെ SCERT പാർട്ട് ഞാൻ ഇവിടെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം. എന്തിന്റെ? IUCNന്റെ ലക്ഷ്യം എന്ന് പറയുന്നു. ജപ്പാനാണ് IUCNന്റെ ആസ്ഥാനം എന്ന് പറയുന്നു. ശരിയാണോ? ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നു. അടുത്തത് ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ആ പാഠഭാഗം വ്യക്തമായിട്ട് വായിക്കണം, എന്നിരുന്നാൽ കൂടെ ഇതിന് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. നോക്കൂ, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു 1, 2, 3 എന്നിവ ശരി. ഓപ്ഷൻ ബി 2, 3, 4 എന്നിവ ശരി. ഓപ്ഷൻ സി 1, 3, 4 എന്നിവ ശരി. ഓപ്ഷൻ ഡി 1, 2, 4 ശരി. എന്താണ് ഉത്തരം ഇവിടെ? 1, 3, 4 ശരി. അപ്പൊ ഏതാ തെറ്റ്? ഇവിടെ ജപ്പാനാണോ IUCNന്റെ ആസ്ഥാനം? അല്ല, പിന്നെ ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ് അല്ലെ, സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പൊ ഇത് നമ്മുടെ SCERT പാർട്ടിലുള്ള ചോദ്യമാണ് കേട്ടോ, മറക്കരുത്. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന SCERT പാർട്ട് ഒന്ന് വായിച്ചു നോക്കാം. റെഡ് ഡേറ്റ ബുക്ക് വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംഘടനയാണ് IUCN. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCNന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കപ്പെടുന്നു. ഇതാണ് റെഡ് ഡേറ്റ ബുക്ക്.
ചില രാജ്യങ്ങൾ സ്വന്തം നിലയിൽ തന്നെ റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് റെഡ് ഡേറ്റ ബുക്കിലെ വിവരങ്ങൾ സഹായകമാണ്, പ്രധാനമാണ്. അടുത്ത തവണ ഓപ്ഷൻസിൽ കാണാം നമുക്ക്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏത്? 1. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. ആണോ? പിത്തരസത്തിൽ എൻസൈമുകളില്ല. ശരിയാണോ? പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു എന്ന് പറയുന്നു. ശരിയാണോ? പിത്തരസം ഭക്ഷണത്തെ ഗുണമുള്ളതാക്കുന്നു. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാ? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 2, ബി 1, 2, സി 1, 3, ഡി 4. ഏതാണ് ഉത്തരം? ഉത്തരം 1, 3 1, 3 തെറ്റാണെന്ന് പറയുന്നു. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു, തെറ്റാണ്. ശരി, നമുക്ക് പഠിക്കണം. 3 തെറ്റാണെന്ന് പറയുന്നു. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. ശരി, നമുക്ക് പഠിക്കണം. പഠിക്കാമോ നമുക്ക്? അപ്പൊ ഇവിടെ ഉത്തരം 1, 3 കേട്ടോ. നോക്കൂ. അപ്പൊ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? കരളാണ്. പിത്തരസം ഉൽപ്പാദിപ്പിച്ച് എവിടെ സംഭരിക്കുന്നു? പിത്താശയത്തിൽ. പിത്തരസത്തിൽ എന്തില്ല? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എൻസൈം ഇല്ല. പിത്തരസത്തിൽ എന്തില്ല? എൻസൈം ഇല്ല. ഇത് പക്വാശയത്തിലെത്തി എന്തിനെ ചെറുകണികകളാക്കുന്നു? കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു. എന്തും ചെയ്യുന്നു? pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. അടുത്ത തവണ കരളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നായിരിക്കാം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിക്കുന്നവ ഏത്? പീനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ എന്ന് തന്നിരിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിൻ എന്ന് തന്നിരിക്കുന്നു. ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ എന്ന് തന്നിരിക്കുന്നു. അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ എന്ന് തന്നിരിക്കുന്നു. ഇവിടെ ശരിയായ രീതിയിൽ യോജിപ്പിക്കുന്നവ ഏതാണ്? ഓപ്ഷൻ എ തന്നിരിക്കുന്നു 1, 2. ഓപ്ഷൻ ബി 2, 3, 1. സി 1, 4. ഡി 2, 3. ഏതാണ്? 1, 4. ഏതൊക്കെയാണ്? പീനിയൽ ഗ്രന്ഥി മെലാട്ടോണിനും പിന്നെ ഏതാണ് പറഞ്ഞത്? 1, 4. നാലാമത്തേത് ഏതാണ്? അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോളും. നമുക്ക് നോക്കാമോ? നോക്കൂ. ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. നമ്മുടെ പരിഷ്കരിച്ച പാഠപുസ്തകം ചെറിയ പുള്ളിയൊന്നും അല്ല, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം അടുത്ത എക്സാമിന് നിങ്ങൾ പോകാൻ കേട്ടോ. ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അടുത്ത പ്രവർത്തനം എന്താണ്? അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇതെല്ലാം ആരുടെ ഫംഗ്ഷനാണ്? ഇൻസുലിന്റെ ഗ്ലൂക്കഗോണിന്റെയും ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത നോക്കൂ. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അഡ്രിനൽ ഗ്രന്ഥിയാണ്. അപ്പൊ അഡ്രിനൽ ഗ്രന്ഥിയിൽ ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്നതാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. എപ്പിനെഫ്രിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നു. അടിയന്തര ഘട്ടമാണ്. ഇനി നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എപ്പിനെഫ്രിൻ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇനി പുറം ഭാഗമായ കോർട്ടെക്സ് ആണെങ്കിലോ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കോർട്ടിസോളും അൽഡോസ്റ്റിറോണും ലൈംഗിക ഹോർമോണുകളും. കോർട്ടിസോൾ മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം.
പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ. അടുത്ത അൾഡോസ്റ്റിറോൺ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്നു. അടുത്ത ലൈംഗിക ഹോർമോണുകൾ ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. അപ്പോൾ ഓരോന്നിന്റെയും ഫങ്ഷൻ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. തനിയെ പഠിക്കുന്നവരാണെങ്കിൽ എല്ലാം നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ തരുണാസ്ഥിയെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിരുന്നു അല്ലെ. ചെവിക്കുടയിൽ കശേരുകൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ എവിടെയാണ് തരുണാസ്ഥികൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണിത്. ഓപ്ഷൻ എ 1, 2, 3, ബി 1, 3, 4, സി 2, 3, 4, ഡി 1, 2, 3, 4. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ് കേട്ടവർക്ക് അറിയാൻ പറ്റും ഏതാണ് ഉത്തരം. ഏതാണ് ഉത്തരം? ഇവയെല്ലാം എന്നുള്ളതാണ്. അതായത് ഇത് 4 അല്ലെ. നോക്കൂ, ചെവിക്കുടയിൽ കശേരുകൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ് എന്നിവ വൈറസ് രോഗങ്ങളാണെന്ന് പറയുന്നു. ആണോ? ക്ഷയം, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണെന്ന് പറയുന്നു. എയ്ഡ്സ്, ക്ഷയം എന്നിവ വൈറസ് രോഗങ്ങളാണ് എന്ന് പറയുന്നു. ഏതാണ് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക? ഓപ്ഷൻ എ 1 മാത്രം, ബി 2 മാത്രം, സി 3 മാത്രം, ഡി 1, 3 മാത്രം. ഇവിടെ ഉത്തരം എന്താണ്? 2 മാത്രം. നോക്കൂ, ക്ഷയം, ഡിഫ്തീരിയ എന്നിവ എന്ത് രോഗങ്ങളാണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. നോക്കാം നമുക്ക്. ക്ഷയം നമ്മുടെ പാഠഭാഗത്ത് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. രോഗകാരി എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മുഖ്യ ലക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു, ക്ഷീണം, സ്ഥിരമായ ചുമ. രോഗപകർച്ച എങ്ങനെയാണ്? രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നു. ഇനി രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും എന്ത് ചെയ്യുന്നു? ഈ രോഗം ബാധിക്കാറുണ്ട്. ചികിത്സ എന്താണ്? ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയാണ്. വാക്സിൻ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG. പ്രതിരോധ വാക്സിനുകളെ കുറിച്ച് നമുക്ക് ഒരു പാർട്ടിൽ പഠിക്കാനുണ്ട് അല്ലെ, ഒരു ചാപ്റ്ററിൽ പഠിക്കാനും ഉണ്ട്. ഇനി മറ്റു ചില ബാക്ടീരിയ രോഗങ്ങളുടെ പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫ്തീരിയയും കൊടുത്തിട്ടുണ്ട്. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് എന്ത്? ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള. കണ്ടോ? മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്ത്? ഡിഫ്തീരിയ. അപ്പോ കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് രോഗകാരി. രോഗകാരി ചോദിക്കും കേട്ടോ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് എന്ത്? രോഗകാരി എന്ന് പറയുന്നത്. അപ്പൊ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികൾ വീക്കം ഉണ്ടാക്കുന്നു. അപ്പൊ ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുന്നു. അപ്പൊ ഇതെന്തിനാ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പില് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരത്തിന്റെ ഉയർച്ചയ്ക്കനുസരിച്ച് ചോദിക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, നമ്മുടെ 45 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ മികച്ച രീതിയിലാണ് ഈ ടൈം ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസവും നോക്കൂ, GK, സയൻസ്, മാത്സ്, മെന്റൽ എബിലിറ്റി ഒരു ദിവസം പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാർട്ടിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ദിവസം GK, സയൻസ്, മാത്സ്, മെന്റൽ എബിലിറ്റി കൂടെ
കറണ്ട് അഫയേഴ്സ് നോക്കൂ. ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ചേരാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം, സൂം ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, ഒരു മെന്ററിന്റെ സപ്പോർട്ടുണ്ട്. നിങ്ങൾ ഏത് നേരവും നിങ്ങളുടെ സംശയ ദൂരീകരണത്തിനായി വിളിച്ചാൽ അപ്പുറത്ത് നിങ്ങളുടെ മെന്റർ ഉണ്ടാകും. കൂടാതെ അറിയാമല്ലോ, നിങ്ങൾക്ക് എക്സാംസ് എഴുതി പരിശീലിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കില്ല, നമ്മളെ തന്നെ വിലയിരുത്താനും സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എക്സാംസും കൂടെ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ തനിയെ പഠിക്കുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് പഠിക്കണമെന്ന് താല്പര്യമെങ്കിൽ നമ്മൾ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, താഴെ ലിങ്ക് കൊടുത്തിരിക്കുക. ചേരുക, ചേർന്ന് പഠിക്കുക. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. താങ്ക്